Then അടുത്ത ഒരെണ്ണമാണ് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. എന്താണ് ഈ പറയുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഈസ് ഫോംഡ് അക്കോർഡിംഗ് ടു സിമ്പിൾ ഫോർമുല. എന്താ കണ്ടിന്യൂസ് ടെൻസ്? ഈ ഒരു ടേമിൽ തന്നെയുണ്ട് കണ്ടിന്യൂസ് ടെൻസ്. കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെയാണ് നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നത്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് വിളിക്കുന്നത്. ഈ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എന്താ? ING ഫോം. ഈ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ എന്തുണ്ടാവും? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ എപ്പോഴും ഈ പറയുന്ന ING ഫോം ഉണ്ടാവും. ഓക്കെ, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഈസ് ഫോംഡ് അക്കോർഡിംഗ് ടു സിമ്പിൾ ഫോർമുല. ഒറ്റ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോർമുല ഉണ്ട്. ഏതാ? സബ്ജക്റ്റ്. സബ്ജക്റ്റ് പ്ലസ് ഈസ്, ആം, ആർ പ്ലസ് വേർബ് പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്. എന്താ സബ്ജക്റ്റ്? ഏതെങ്കിലും വസ്തുക്കളുടെ പേരോ സാധനങ്ങളുടെ പേരോ എന്തെങ്കിലും ഉണ്ടാവും. സബ്ജക്റ്റ് ഉണ്ടാവും. പ്ലസ് ഈസ്, ആം, ആർ. എന്താ ഈസ്, ആം, ആർ എന്ന് പറയുന്നത്? കണക്റ്റിംഗ് വേർഡ്സ് ആണ്. അതിന്റെ കൂടെ വെർബ് ഉണ്ടാവും. അതും വെർബിന്റെ ഏത് ഫോം ഉണ്ടാവുക? V1 ഫോം പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്. ഇതാണ് നമ്മളുടെ ഏത് ഫോം? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. Present continuous tense is formed according to simple formula subject plus is or am plus V1 plus ING plus object. നോക്കി, നമുക്ക് രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഏതാ? സബ്ജക്ട് പ്ലസ് ഈസ് ആർ ആം പ്ലസ് V1 പ്ലസ് ING ഫോം പ്ലസ് ഒബ്ജക്ട്. നമുക്ക് ഫിൽ ചെയ്യാം ഒബ്ജക്ട്. അതെന്താ? ഹി ഈസ് പ്ലേയിങ്. എന്താ? സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. ഹി ഈസ് പ്ലേയിങ്. അവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹി ഈസ് പ്ലേയിങ് ക്രിക്കറ്റ്. ഇവിടെ ഹി എന്ന് പറയുന്നതാണ് നമ്മളുടെ എന്ത്? സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ദെൻ ഈസ് ആണ് നമ്മളുടെ എന്ത്? ഓക്സിലറി വെർബ് ആയിട്ട് വരുന്നത്. ദെൻ പ്ലേയിങ്. പ്ലേയിങ് നോക്കിയേ, എന്താ? V1 പ്ലേ പ്ലസ് ING ഫോം. അടുത്തത് എന്താ? ക്രിക്കറ്റ്. ക്രിക്കറ്റ് എന്ന് പറയുന്നതായി നമ്മുടെ ഏത്? ഒബ്ജക്റ്റ്. ഓക്കെ, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എങ്ങനെ? സബ്ജക്ട് പ്ലസ് ഈസ് ആർ ആം പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്. ഹി ഈസ് പ്ലേയിങ്. ദെൻ നെഗറ്റീവ് സെന്റൻസ്. എങ്ങനെ നമുക്ക് നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റും? ഇതേ സെന്റൻസിന്റെ കൂടെ നോട്ട് ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഹി ഈസ് നോട്ട് പ്ലേയിങ് അല്ലെങ്കിൽ ഹി ഈസിന്റ് പ്ലേയിങ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നോക്കിയേ ഇവിടെ, ഈസ് പ്ലസ് നോട്ട്. ഹി ഈസ് നോട്ട് എന്ന് പറയുന്നത് ഈസിന്റ്. ഇത് രണ്ടും എന്താണ്? ബോത്ത് ആർ സെയിം. ഓക്കെ, ഈസ് പ്ലസ് നോട്ട് എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? ഈസിന്റ് എന്ന് പറയുന്നത് ടേം തന്നെയാണ്. ഹി ഈസിൻ പ്ലേയിങ് ഫുട്ബോൾ. സോറി. ദെൻ അടുത്ത് നോക്കിയത് യൂസ് ഓഫ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ എപ്പോഴൊക്കെ യൂസ് ചെയ്യുന്നത്? പ്രസന്റ് കണ്ടിന്യൂസ് ടു ഇൻഡിക്കേറ്റ് ആക്ഷൻ ഹാപ്പനിങ് അറ്റ് ദ മൊമെന്റ്. ഒരു മൊമെന്റിൽ ഒരു കാര്യം സംഭവിക്കുന്ന സമയത്ത് ദ യൂസ് ഓഫ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്താ? ടു ഇൻഡിക്കേറ്റ് ദ ആക്ഷൻ ഹാപ്പനിങ് അറ്റ് ദ മൊമെന്റ് ഓഫ് സ്പീച്ച്. ആ ഒരു മൊമെന്റിൽ ഒരു കാര്യം നടക്കുന്നുണ്ട് എങ്കിൽ അതിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുക? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. ദാറ്റ് ഈസ് ഹാപ്പനിങ് അറ്റ് ദ മൊമെന്റ്. ആ ഒരു മൊമെന്റിൽ നടക്കുന്നത്. ദാറ്റ് ഈസ് ഹാപ്പനിങ് അറ്റ് ദ മൊമെന്റ്. ആ ഒരു മൊമെന്റിൽ നടക്കുന്നതിനെയാണ് ഏത് വിളിക്കുക? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇറ്റ് ഈസ് റെയിനിങ് ഔട്ട്സൈഡ്. എന്താ? ഇറ്റ് സബ്ജക്ട് കിട്ടി, ഈസ് ആറാമ് കിട്ടി, ദെൻ V1 കിട്ടി, ദെൻ ING കിട്ടി, ഒബ്ജക്ട് കിട്ടി. ഇറ്റ് ഈസ് റെയിനിങ് ഔട്ട്സൈഡ്. ഇറ്റ് ഈസ് റെയിനിങ് ഔട്ട്സൈഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? പുറത്ത് നല്ല രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ദാറ്റ് ഈസ് ഹാപ്പനിങ് നൗ. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. ഇറ്റ് ഈസ് റെയിനിങ് ഔട്ട്സൈഡ്. പുറത്ത് എന്ത് ചെയ്യുന്നുണ്ട്? മഴ പെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് റെയിനിങ് ഔട്ട്സൈഡ്. ദെൻ രണ്ടാമത്തെ നോക്കി, ടു ഇൻഡിക്കേറ്റ് ദ ആക്ഷൻ ഹാപ്പനിങ് കറന്റ്ലി ബട്ട് നോട്ട് അറ്റ് ദ മൊമെന്റ് ഓഫ് സ്പീച്ച്. എന്താ രണ്ടാമത്തെ പോയിന്റ്? ടു ഇൻഡിക്കേറ്റ് ആൻ ആക്ഷൻ ഹാപ്പനിങ് കറന്റ്ലി. കറന്റ്ലി ഇപ്പൊ ശരിക്കും അത് എന്ത് ചെയ്യുന്നുണ്ട്? സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് നോട്ട് അറ്റ് ദ മൊമെന്റ് ഓഫ് സ്പീച്ച്. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എന്ത് ചെയ്യില്ല, നമുക്കറിയില്ല. സൂര്യ ഈസ് വർക്കിംഗ് ഇൻ എ ഹോസ്പിറ്റൽ. എന്താ? സൂര്യ ഈസ് വർക്കിംഗ് ഇൻ എ ഹോസ്പിറ്റൽ. സൂര്യ എന്ത് ചെയ്യുകയാണ്? സൂര്യ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണ്. സൂര്യ ഈസ് വർക്കിംഗ് ഇൻ എ ഹോസ്പിറ്റൽ. ഇതെന്താ മീൻ ചെയ്യുന്നത്? ടു ഇൻഡിക്കേറ്റ് ആൻ ആക്ഷൻ ഹാപ്പനിങ് കറന്റ്ലി. കറന്റ് സെനാരിയോ, കറന്റ് സിറ്റുവേഷനിൽ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ അതിനെ പറയാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്.
Okay, to indicate an action happening currently but not at the moment of speech. ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പൊ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. Then മൂന്നാമത്തെ നോക്കിയേ, to indicate a future action which is pre-planned or arranged. മൂന്നാമത്തെ പോയിന്റ് എന്താ പറയുന്നത് നോക്കിയേ. To indicate a future action which is പ്രീ-പ്ലാൻ ഓർ അറേഞ്ച്ഡ്. ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കാര്യത്തെയും നമ്മുടെ ഏത് യൂസ് ചെയ്യും? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് വെച്ചിട്ട് യൂസ് ചെയ്യും. അതൊരു പക്ഷേ ഫ്യൂച്ചറിൽ നടക്കുന്നതാവാം, അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ പ്രീ പ്ലാൻ, അതായത് നേരത്തെ മുൻകാലത്ത് തന്നെ നമ്മൾ തീരുമാനിച്ചെടുത്തിട്ടുള്ള ഒന്നാവാം. They are going to Mumbai tomorrow. എന്താ നോക്കിയേ, they are going to Mumbai. അവർ നാളെ മുംബൈയിലേക്ക് പോവുകയാണ്. Going എന്നാണ് വന്നത്. നോക്കിയേ, സബ്ജക്ട് വന്നു, സബ്ജക്ട് ആയിട്ടുള്ള they വന്നു, അതിനുശേഷം എന്ത് വന്നു? ഈസ് ആറാം, ആറ് വന്നു. Then going, go plus ing home. പിന്നെന്താ ബാലൻസ്? ഒബ്ജക്റ്റ്. Okay, to indicate a future action which is pre-planned or arranged, already plan ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഓൾറെഡി അറേഞ്ച് ചെയ്തിട്ടുള്ള ഒന്ന്. They are going to Mumbai tomorrow. നോക്കിയേ, ഒന്നുകൂടെ നോക്കിയാൽ നമ്മുടെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ യൂസേജ് എങ്ങനെയൊക്കെയാ? ടു ഇൻഡിക്കേറ്റ് ആൻ ആക്ഷൻ ഹാപ്പനിങ് അറ്റ് ദ മൊമെന്റ്. ആ ഒരു മൊമെന്റിൽ ഒരു കാര്യം നടക്കുന്നുണ്ടെങ്കിൽ അത് കാണിക്കാൻ വേണ്ടിയിട്ട്. ദെൻ ടു ഇൻഡിക്കേറ്റ് ആക്ഷൻ ഹാപ്പനിങ് കറന്റ്, കറന്റ് നടക്കുന്ന ഒരു സിറ്റുവേഷനിലെ കാര്യം കാണിക്കാൻ വേണ്ടിയിട്ട്. ദെൻ അടുത്തത് നോക്കിയേ, ടു ഇൻഡിക്കേറ്റ് ഫ്യൂച്ചർ ആക്ഷൻ വിച്ച് ഈസ് പ്രീ പ്ലാൻഡ്, ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുള്ളതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വൺ ഈസ് അഡ്വർബ് ഓഫ് ടൈം. എന്താ അഡ്വർബ് ഓഫ് ടൈം? നമ്മളുടെ ഈ ഒരു സെന്റൻസ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ പറഞ്ഞു, ഓൾറെഡി വി ഹാവ് ഡിസ്കസ് ദാറ്റ് വി ക്യാൻ ആഡ് വെർബ് പ്ലസ് ഐ എൻ ജി. വെർബിന്റെ കൂടെ ഐ എൻ ജി ഉണ്ട് എങ്കിൽ അത് ഏത് ടെൻസ് ആണ്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അതല്ലാതെ നമുക്ക് കുറച്ച് വേർഡ്സുകൾ കൂടി ഉണ്ട്. നൗ അറ്റ് പ്രസന്റ് ഫോർ time being. Okay, then at present, now at present, അതേപോലെ തന്നെ എന്താ? For the time being, for the time being, then currently, then at the moment, ഈ ഒരു സമയത്ത്, at the moment, then still, right now, nowadays, this year. ഏതൊക്കെയാണ് അഡ്വർബ് ഓഫ് ടൈമിൽ വരുന്നത്? നൗ, അറ്റ് പ്രസന്റ്, ഫോർ ദ ടൈം ബീങ്, ഇപ്പോ. അതേപോലെ തന്നെ എന്താ? ഈ ഒരു സമയത്ത് അറ്റ് പ്രസന്റ് ഐ എം വാച്ചിങ് ടി വി, അറ്റ് പ്രസന്റ് ഐ എം ടോക്കിംഗ് ടു യു, അറ്റ് പ്രസന്റ് ഐ എം ലിസണിങ് ടു ദ ക്ലാസ്, അറ്റ് പ്രസന്റ് ഐ എം ടീച്ചിങ്, നൗ ഐ എം ടീച്ചിങ്. കണ്ടില്ലേ, നമ്മുടെ ഈ പറയുന്ന വേർഡ്സ് നൗവ്, അറ്റ് പ്രസന്റ്, ഫോർ ടൈം ബീങ്, കറന്റ്ലി, അറ്റ് മൊമെന്റ്, സ്റ്റിൽ, റൈറ്റ് നൗ, നൗവേഡേയ്സ്, ദിസ് ഇയർ. ഈ പറയുന്ന ടേംസ് ഒക്കെ നമ്മുടെ, ഈ പറയുന്ന വേർഡ്സ് ഒക്കെ നമ്മുടെ സെന്റൻസിൽ ഇല്ലെങ്കിൽ you must be sure that the sentence is present continuous tense. Okay, the following categories of verbs should not be used in continuous tense. ഇതൊക്കെയാണ് നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തിട്ടുള്ളതൊക്കെയാണ് adverb of time. എന്താ ടൈമിംഗ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി പറയുന്നത് എന്താ? At certain situation we don't use. Okay, see, hear, smell, taste, seems, sound, look, sense. ഈ കാര്യങ്ങളുടെ കൂടെ ഒന്നും എന്ത് ചെയ്യുന്നില്ല? നമ്മൾ ഐ എൻ ജി ഫോം യൂസ് ചെയ്യില്ല. ഓക്കെ, വി ഡോണ്ട് യൂസ് ഐ എൻ ജി ഫോം. വെർബ്സ് ഓഫ് സെന്റൻസ് ഏതൊക്കെ ടൈപ്പ് ഓഫ് സെന്റൻസ് ആണ് നോക്കി? സീ, ഹിയർ, സ്മെൽ, ടേസ്റ്റ്, സീം, സൗണ്ട്, ലുക്ക്, സെൻസ്. ഈ പറയുന്ന വേർഡ്സിന്റെ കൂടെ ഒന്നും നമ്മൾ എന്ത് ചെയ്യില്ല? ഐ എൻ ജി ചേർത്തില്ല. Then words of thought and emotions. Words of thought എന്താ? ചില ഇമോഷൻസ്, നമ്മൾ ഇമോഷൻസ് ഒന്നും എന്ത് ചെയ്യില്ല? ഐ എൻ ജി ചേർത്തുകൊണ്ട് നമ്മൾ പറയില്ല. ഓക്കെ, ലവ്, ഹെയ്റ്റ്, ലൈക്ക്, ഡൗട്ട്, ഫീൽ, ബിലീവ്, ദെൻ forget, remember, agree, disagree, enjoy, need, think, recognize, prefer, then understand, suspend, appear. ഈ പറയുന്ന ടേംസിന്റെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യില്ല? വി നെവർ യൂസ് ഐ എൻ ജി ഫോം. വേർഡ്സ് ഓഫ് തോട്ട് ആൻഡ് ഇമോഷൻസ്. തോട്ടുകൾ, അതായത് നമ്മുടെ ചിന്താഗതി അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ്, ഇതൊന്നും പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യില്ല? വി നെവർ യൂസ് ഐ എൻ ജി ഫോം. അതായത് നോക്കി, ലവ്, hate, like, doubt, feel, believe, forget, remember, agree, disagree, enjoy, lead, think, recognize, prefer, understand, suspect, appear.
ഇത്രയും പറയുന്ന ടേംസിന്റെ കൂടെ ഒന്നും നമ്മൾ എന്ത് യൂസ് ചെയ്യില്ല? വേർബ്സ് ഓഫ് തോട്ട് ആൻഡ് ഇമോഷൻസ് വി നെവർ യൂസ് ഐ എൻ ജി ഫോം. ഇതെല്ലാം എന്താ? വേർഡ്സ് ഓഫ് തോട്ട് ഓർ ഇമാജിനേഷൻ. ഓക്കെ, അല്ലെങ്കിൽ ഇമോഷൻസ് ആണ്. ഇതിന്റെ ഒന്നും കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യില്ല? വി നെവർ യൂസ് ഐ എൻ ജി ഫോം. ഒന്നുകൂടെ പറയാം. ലവ്, ഹേറ്റ്, ലൈക്ക്, ഡൗട്ട്, ഫീൽ, ബിലീവ്, ഫോർഗെറ്റ്, റിമെമ്പർ, എഗ്രി, ഡിസഗ്രി, എൻജോയ്, നീഡ്, തിങ്ക്, റെക്കഗ്നൈസ്, പ്രിഫർ, അണ്ടർസ്റ്റാൻഡ്, സസ്പെക്ട്, അപ്പിയർ. ഓക്കെ, എക്സാമ്പിൾ നോക്കിയേ. ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ഐഡിയ. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കിയേ. ഹിയർ ദ verbs think, have, taste and look are both stative verbs. എന്താ? ഒരു സ്റ്റേബിൾ അല്ലെങ്കിൽ അൺലൈക്ലി ചേഞ്ചസ് മാത്രമല്ല പറയുന്നത്. എന്ത് ചെയ്യുന്നുണ്ട്? ആക്ഷൻ വേർബ്. ഐ ആം തിങ്കിങ് അബൌട്ട് അർജുൻ. എന്താ? ഐ ആം തിങ്കിങ് അബൌട്ട് മൈ ഫാമിലി. അവിടെ എന്ത് വന്നു? അവിടെ തിങ്കിങ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് കണ്ടീഷൻ ആയിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കാം. ഐ ആം ഹാവിങ് എ കാർ. ഐ ആം ടേസ്റ്റിംഗ് ചിക്കൻ ബിരിയാണി. ഐ ആം ലുക്കിംഗ് ഫോർ ഹെർ. ഇത് രണ്ടും എന്തിന് വരാം? ഓക്കെ, വേർബ്സ് ലൈക്ക് തിങ്ക്, ഹാവ്, ടേസ്റ്റ് ആൻഡ് ലുക്ക്. ഇതിൽ വരാം തിങ്ക്, ഹാവ്, ടേസ്റ്റ് ആൻഡ് ലുക്ക് ആക്ട്സ് as ബോത്ത് സ്റ്റാറ്റിക് വേർബ്സ്. എന്താകാം? സ്റ്റാറ്റിക് വേർബ്സും ആവാം, അതേപോലെ തന്നെ ആക്ഷൻ വേർബ്സും ആവാം. ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ഐഡിയ. എന്താ? ഐ തിങ്കിങ് ഇറ്റ്സ് എ ഗുഡ് ഐഡിയ എന്ന് പറയില്ല. ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ഐഡിയ. ഞാൻ വിചാരിക്കുന്നത് നല്ലൊരു ഐഡിയ ആണ് എന്നാണ്. ഇവിടെ എന്താ തിങ്ക് എന്നുള്ളത്? ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ഐഡിയ. ഹിയർ ദ ടേം തിങ്ക് കെയിംസ് അണ്ടർ ദ ഹെഡ് സ്റ്റാറ്റിക് വെർബ് ഫീലിംഗ് എന്നുള്ളതാണ്. Then I am thinking now. I am thinking now. ഈ തിങ്കിങ് എന്തായിട്ട് വന്നു? തിങ്കിങ് കെയിം ഹിയർ ആസ് എ ആക്ഷൻ വേർബ്. ആ ഒരു തിങ്കിങ് ഏതായിട്ടാണ് വന്നത്? ആക്ഷൻ വേർബ് ആയിട്ടാണ് വന്നത്. Then I have an old car. എന്താ? ഐ ഹാവ് ആൻ ഓൾഡ് കാർ. എനിക്കൊരു പഴയ കാർ ഉണ്ട്. ഐ ഹാവ് ആൻ ഓൾഡ് കാർ. ഹാവ് ആണ്. Then അടുത്ത് നോക്കിയേ. ഹി ഈസ് ഹാവിങ് ഐസ്ക്രീം. അവൻ എന്താ ചെയ്യുന്നത്? ഹി ഈസ് ഹാവിങ് ഐസ്ക്രീം. അവൻ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹി ഈസ് ഹാവിങ്. അവൻ എന്ത് ചെയ്യണം? ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഹിയർ ഇറ്റ് മീൻസ് ആൻ ആക്ഷൻ വേർബ്. ഇത് ക്ലിയർ? അതായത് നമ്മുടെ ആക്ഷൻ വേർബ്സ് ആണ് വരുന്നത് എങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഐ എൻ ജി ഫോം യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സെന്റൻസ് ആക്ഷൻ വേർഡ്സ് അല്ല എങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നില്ല? ആക്ഷൻ വേർഡ്സ് യൂസ് ചെയ്യുന്നില്ല. വി ആർ ജസ്റ്റ് റൈറ്റിംഗ് ഇറ്റ് ആസ് ഓഫ്. സോറി ട്ടോ. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോം എങ്ങനെയാ വരുന്നത് നോക്കിയേ. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എപ്പോഴും ശ്രദ്ധിക്കണം. ഈ എല്ലാ ടേംസിന്റെയും ഫോം എന്ന് പറയുന്നത് സബ്ജക്റ്റ്, സോറി, സബ്ജക്റ്റ്. നമ്മുടെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ സബ്ജക്റ്റ് ഉണ്ടാവും. അതിനുശേഷം ഈസ്, am, are. Subject plus is, am, are plus V1 plus ing form plus object. ഇതാണ് ഇത് നമ്മുടെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോം എങ്ങനെയാണ്? സബ്ജക്ട് പ്ലസ് ഈസ്, ആർ, ആം പ്ലസ് വേർബ് പ്ലസ് ing ഫോം. നോക്കി, ഷീ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ നൗ. ഈ എക്സാമ്പിൾസ് ഒക്കെ നന്നായി റെഫർ ചെയ്യണേ. ഷീ സബ്ജക്ട്, ഈസ് auxiliary, then writing verb plus ing form, then rest is our object. She is writing a letter now. Then ഇവിടെ നോക്കി, സബ്ജക്ട് പ്ലൂറൽ ഡേ ആയതുകൊണ്ട് ഇവിടെ എന്തായി? ആറായി. Then verb playing, then ing form plus rest of the sentence. Then the baby സിംഗുലർ ആണ്, അതുകൊണ്ട് ഇവിടെ ഈസ് ആയി. Then cry എന്ന് വന്നു, അതിന്റെ കൂടെ ing form വന്നു. Then loudly, the baby is crying loudly. Then അടുത്ത നോക്കിയേ. He is watching television at the moment. He വന്നു, അതിനുശേഷം he സിംഗുലർ പേഴ്സൺ ആയതുകൊണ്ട് ഈസ് വന്നു, വാച്ച് V1 വന്നു പ്ലസ് ing form. He is watching television at the moment. Then അടുത്ത നോക്കിയേ. We are learning a new language. We are learning a new language. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പുതിയ ലാംഗ്വേജ് പഠിക്കുന്നുണ്ട്. We are learning a new language. ഇത് എന്ത് തന്നെയാണ്? നമ്മുടെ സബ്ജക്ട് എന്ന് പറയുന്നത് വി ആണ്, അത് പ്ലൂറൽ ആണ്, അതുകൊണ്ട് ഇവിടെ ആറ് വന്നു. Then learning verb plus ing form. Then a new language. It's the rest of our object. In the present continuous tense എന്ന് പറഞ്ഞാൽ present continuous tense in the sense it means subject plus is, am, are plus v1 plus ing form plus object.
Then കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ലെവൽ ക്വസ്റ്റ്യൻ നോക്കിയേ. സയന്റിസ്റ്റ് ആർ കണ്ടക്ടിങ്. എന്താ സബ്ജക്ട്? സയന്റിസ്റ്റ് ആണ്. സയന്റിസ്റ്റ് എന്താ സിംഗുലർ പേഴ്സൺ അല്ല, പ്ലൂറൽ. സയന്റിസ്റ്റ് then are conducting എന്താ വന്നത്? is are am are plus conduct plus ing form. The scientists are conducting research on renewable energy. Then രണ്ടാമത്തെ നോക്കിയേ. The company is expanding its operation in multiple countries. എന്താ? The company ആണ് നമ്മുടെ സബ്ജക്ട്. പിന്നെന്താ? is then expand എന്ന് പറയുന്നത് എന്താ? verb. ഇതിന്റെ കൂടെ ing form ആണ്. The company is expanding its operation in multiple countries. Then അടുത്ത നോക്കിയേ. The teacher is explaining an advanced concept in physics. എന്ത് ചെയ്യുന്നുണ്ട്? ടീച്ചർ ഒരു അഡ്വാൻസ്ഡ് കോൺസെപ്റ്റ് ഫിസിക്സിന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. The teacher ആണ് the subject. Then is false normal. Then explaining verb plus ing an advanced concept in physics. First is our object. Then okay, they look for okay the teacher എന്ന് പറയുന്ന സബ്ജക്ട് is explaining. Then rest of our object. അതേപോലെ തന്നെയാണ് ഇവിടെ. The company then is then അടുത്ത് നോക്കി expanding. അതേപോലെ തന്നെ ഫസ്റ്റ് scientists then are then conduct plus ing then rest of our sentence. Then she is currently developing a complex software application. എന്താ? she ആണ് അവിടെ സബ്ജക്ട്. then is വന്നു then currently develop plus ing developing. Okay, the she is then develop plus ing then rest is our object. ഇതിനകത്ത് നോക്കിയേ. The construction ആണ് എന്ത്? നമ്മുടെ സബ്ജക്ട്. The construction workers are എന്താണ്? build plus ing. The construction workers are building a skyscraper. ഇതാണ് ഏത് വരുന്നത്? നമ്മുടെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. എന്താ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഈസ് ഫോംഡ് അക്കോർഡിംഗ് ടു സിമ്പിൾ ഫോർമുല. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോർമുലയാണ് സബ്ജക്ട് പ്ലസ് ഈസറം പ്ലസ് വൺ പ്ലസ് ing ഫോം പ്ലസ് ഒബ്ജക്ട്. കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ആക്ടിവിറ്റി ദാറ്റ് കണ്ടിന്യൂസ്. ദെൻ യൂസ് ഓഫ് പ്രസന്റ് ടെൻസ്. എന്താ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ യൂസേജ്? ഹാപ്പനിങ് അറ്റ് ദ മൊമെന്റ്. ഇപ്പൊ നടക്കുന്ന ഒരു സിറ്റുവേഷൻ പറയാൻ. ഹാപ്പനിങ് കറന്റ്ലി ബട്ട് നോട്ട് അറ്റ് ദ മൂമെന്റ്. നടക്കുന്നുണ്ട്, പക്ഷെ ഇപ്പൊ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. നമ്മൾ ഓൾറെഡി ടു ഇൻഡിക്കേറ്റ് എ ഫ്യൂച്ചർ ആക്ഷൻ വിച്ച് ഈസ് പ്രീ പ്ലാൻഡ്, ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ആക്ഷൻസ് പറയാൻ വേണ്ടി. ദെൻ പിന്നെ വരുന്നതാണ് അഡ്വർബ് ഓഫ് ടൈം. അഡ്വർബ് ഓഫ് ടൈമിൽ എന്താ? നൗ, അറ്റ് പ്രസന്റ്, ഫോർ ദ ടൈം ബീയിങ്, കറന്റ്ലി, അറ്റ് മൊമെന്റ്, സ്റ്റിൽ, റൈറ്റ് നൗ. എല്ലാം വരുന്നത് ഏതിലാ? അഡ്വർബ് ഓഫ് ടൈം. ഓക്കെ. ദെൻ അടുത്ത തൊട്ട് താഴെ വരുന്ന ഒരു സെറ്റ് ഓഫ് സെന്റൻസ് നോക്കിയേ. നമ്മളുടെ സീ, ഹിയർ, സ്മെൽ, ടേസ്റ്റ്, സീൻ, സൗണ്ട്, ലുക്ക്, സെൻസ്, ഇതിന്റെ ഒന്നും കൂടെ നമ്മൾ ing ചേർക്കില്ല. ദെൻ ലവ്, ഹേറ്റ്, ലൈക്ക്, ഡൗട്ട്, ഫീൽ, ബിലീവ്, ഫോർഗെറ്റ്, റിമെമ്പർ, എഗ്രി, ഡിസഗ്രി, എൻജോയ്, നീഡ്, തിങ്ക്, റെക്കഗ്നൈസ്, പ്രിഫർ, അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്ന ടേംസ്. അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? വി നെവർ യൂസ് ing form. ഓക്കെ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇംഗ്ലീഷ് എപ്പോഴുള്ള പ്രശ്നം ചില സിറ്റുവേഷൻ ദർ ആർ റയർ കേസസ് ഇൻ വിച്ച് വിത്ത് തിങ്ക്, ഹാവ്, ടേസ്റ്റ് ആൻഡ് ലുക്ക്. ഏതിന്റെ കൂടെയാണ്? തിങ്ക്, ഹാവ്, ടേസ്റ്റ്, ലുക്ക്. അതിന്റെ കൂടെ നമ്മൾ ഏത് യൂസ് ചെയ്യും? ഈ പറഞ്ഞിട്ടുള്ള ing ഫോം യൂസ് ചെയ്യും. ഓക്കെ, നമ്മൾ എക്സാമ്പിൾസ് നോക്കാം. ഇനി അടുത്തത് വരുന്നതാണ് ഏത്? നമ്മുടെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. എന്താ? ഐ എം മിസ്റ്റർ പെർഫെക്റ്റ്. എന്താ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്ട്. എന്താ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ സ്പെഷ്യാലിറ്റി? സബ്ജക്ട് ഉണ്ടാവും, സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ്. ഒന്നില്ലെങ്കിൽ ഹാസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഹാവ് ഉണ്ടാവും, വേർബിന്റെ തേർഡ് ഫോം ഉണ്ടാവും, അതിനുശേഷം ഒബ്ജക്ട് ഉണ്ടാവും. ഓക്കെ. എങ്ങനെയാ നമുക്ക് പറയാൻ പറ്റുക? സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്ട്. Just completed action, the use of present perfect tense. ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. I have watched this movie before. എന്താ? I have watched this movie before. ഞാൻ കുറച്ച് നേരത്തെ മുൻപ് എന്ത് ചെയ്തു? ഈ ഒരു സിനിമ കണ്ടു. I have watched this movie before. കുറച്ച് നേരത്തെ ഞാൻ എന്ത് ചെയ്തു? ഈ ഒരു മൂവി കണ്ടു. അത് പറഞ്ഞാൽ എന്താ? അത് കണ്ടു തീർന്നു. I have watched this movie before. ഓക്കെ. I എന്ന് പറയുന്ന സബ്ജക്ട്, have വന്നു, വാച്ച് V3, then this movie before object.
അടുത്ത നോക്കിയേ verb infrastructure. I have watched. He has watched. We have watched. You have watched. He has watched. They have watched. പിന്നെന്താ ബാലൻസ് ദിസ് മൂവി ബിഫോർ എന്നുള്ളതും കൂടെ നമ്മൾ ആഡ് ചെയ്യാം. നമ്മുടെ ഫസ്റ്റത്തെ പോയിന്റ് പറയുന്നത് നോക്കിയേ, ടു എക്സ്പ്രസ് എ പാസ്റ്റ് ആക്ഷൻ വെൻ ദ ടൈം ഈസ് നോട്ട് ഗിവൺ. നമുക്ക് സമയം തന്നിട്ടില്ല. എപ്പോ നടന്ന കാര്യമാണ്, വെൻ ഇറ്റ് ഹാഡ് ഹാപ്പൻ, ഏത് സമയത്ത് നടന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് അറിയില്ല. ആ ഒരു സമയത്താണ് നമ്മൾ ഏത് യൂസ് ചെയ്യുക, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്, ടു എക്സ്പ്രസ് എ പാസ്റ്റ് ആക്ഷൻ വെൻ ദ ടൈം ഈസ് നോട്ട് ഗിവൺ. എക്സാക്ട് ആയിട്ടുള്ള ഒരു ടൈം തന്നിട്ടില്ല എങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യണം, ഈ പറയുന്ന പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യണം. To express a past action when the time is not given. സമയം തന്നിട്ടില്ലെങ്കിൽ. Then രണ്ടാമത്തെ നോക്കിയേ, to express an action which has happened in the immediate past. ഇതിനു വേണ്ടിയിട്ട് രണ്ടാമത്തെ നോക്കിയേ, to express an action which had happened in the immediate past. തൊട്ട് മുന്നിലായിട്ട്, ഇമ്മീഡിയറ്റ് തൊട്ട് ഫ്രണ്ടിലായിട്ട് നടന്ന ഒരു കാര്യത്തെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ, to express an action which has happened in the immediate past. തൊട്ട് മുന്നിലത്തെ പാസ്റ്റ് ടൈമിൽ എന്താണോ സംഭവിച്ചത് അത് പറയാൻ വേണ്ടിയിട്ട് to express an action which has happened in the immediate past. തൊട്ട് മുന്നിൽ നടന്ന കാര്യം പറയാൻ. He has just arrived. എന്താ, he has just arrived. അവൻ ഇപ്പൊ എത്തിയതേ ഉള്ളൂ. He has just arrived. അധികം നേരമൊന്നും ആയിട്ടില്ല. എപ്പോ വന്നതേ ഉള്ളൂ, അവൻ ജസ്റ്റ് ഇപ്പൊ വന്നതേ ഉള്ളൂ. Then, to express an action which has happened before the expected time in the past. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് നോക്കിയേ, to express an action which has happened before the expected time. നമ്മളൊരു കാര്യം എക്സ്പെക്ട് ചെയ്തു, ആ എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടിലും മുൻപ് ആ ഒരു ആക്ഷൻ നടന്നു. ഓക്കെ, ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ വിച്ച് ഹാസ് ഹാപ്പൻ ബിഫോർ ദ എക്സ്പെക്ടഡ് ടൈം. നമ്മൾ എക്സ്പെക്ട് ചെയ്ത സമയത്തെക്കാട്ടിലും മുൻപ് ആ ഒരു ആക്ഷൻ നടന്നു എങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് പറയും, ഈ പറഞ്ഞിട്ടുള്ള പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് പറയും. ഓക്കെ, എന്താ, ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ വിച്ച് ഹാസ് ഹാപ്പൻ ബിഫോർ ദ എക്സ്പെക്ടഡ് ടൈം. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സമയത്തെക്കാട്ടിലും മുൻപ് ആ ഒരു ആക്ടിവിറ്റി എന്ത് ചെയ്തു, നടന്നുപോയി. ദേ ഹാവ് ഓൾറെഡി ഫിനിഷ് ദ വർക്ക്. എന്താ, ദേ ഹാവ് ഓൾറെഡി ഫിനിഷ് ദ വർക്ക്. അവർ നേരത്തെ തന്നെ എന്ത് ചെയ്തു, വർക്ക് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തു. ദേ ഹാവ് ഓൾറെഡി ഫിനിഷ്ഡ്. നേരത്തെ തന്നെ അവരുടെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയി. ദെൻ ടൈം ഇൻഡിക്കേറ്റേഴ്സ് നോക്കിയേ, എവർ, ever, never, just, a moment ago, till now, yet, already, then, lately, recently, so far. ഇതെല്ലാമാണ് ഏതിൽ വരുന്നത്, ഈ പറയുന്ന ടൈം ഇൻഡിക്കേറ്റേഴ്സ്. നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള കണക്ടിങ് വേർഡ്സ് അല്ലെങ്കിൽ എന്താ, നമ്മളുടെ ഈ പറഞ്ഞ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ ഈ പറയുന്ന വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യാം, മേ ബി. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ എക്സാമ്പിൾ നോക്കി, ഹി ഹാസ് ജസ്റ്റ്, നമ്മുടെ ജസ്റ്റ് അവിടെ ഉണ്ട്. ദെൻ ദേ ഹാവ് ഓൾറെഡി ഫിനിഷ്ഡ്, ഓൾറെഡി ഉണ്ട്. ഓക്കെ, സോ എന്താണ് നമ്മുടെ ടൈം ഇൻഡിക്കേറ്റേഴ്സ് പറയുന്നത്, എവർ, നെവർ, ജസ്റ്റ്, എ മൊമെന്റ് അഗോ, ടിൽ നൗ, യെറ്റ്, ഓൾറെഡി, ലേറ്റ്ലി, റീസെന്റ്, സോ ഫാർ. ഇതെല്ലാമാണ് ഇത്. ദിസ് ഓൾ ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടൈം ഇൻഡിക്കേറ്റേഴ്സ്. ടൈം ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മളിവിടെ പറയുന്നത്. എവർ, നെവർ, ജസ്റ്റ്, a moment ago, till now, yet, or the lately, recently, so far. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് എഴുതാൻ പറ്റുക, പ്രസന്റ് പെർഫെക്റ്റ് സബ്ജക്റ്റ് പ്ലസ് ഹാസോ ഹാവ് പ്ലസ് വി ത്രീ പ്ലസ് ഒബ്ജക്ട്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതായിരുന്നു. എങ്ങനെയാണ്, സബ്ജക്റ്റ് പ്ലസ് ഹാസോ ഹാവ് പ്ലസ് വി ത്രീ പ്ലസ് ഒബ്ജക്ട്. സബ്ജക്ട് ഉണ്ടാവണം, ഹാസോ ഹാവ് ഉണ്ടാവണം, വി ത്രീ ഉണ്ടാവണം, അതിനുശേഷം ഒബ്ജക്ട് ഉണ്ടാവണം. ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ ഹോം വർക്ക്. എന്താ, ഞാൻ ഇപ്പൊ തീർത്തതേ ഉള്ളൂ. ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ ഹോം വർക്ക്. നോക്കിയേ, സബ്ജക്ട് വന്നു ഐ. എപ്പോഴും ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല, നമ്മുടെ ഐ ഐ ഈസ് ഓൾവേസ് കൺസിഡേർഡ് ആസ് പ്ലൂരൽ. ഐനെ എപ്പോഴും നമ്മൾ എങ്ങനെ കൺസിഡർ ചെയ്യുന്നത്, ഐ ഈസ് ഓൾവേസ് ബീൻ കൺസിഡേർഡ് ആസ് എ പ്ലൂരൽ. പ്ലൂറൽ ആയിട്ടാണ് നമ്മൾ ഐനെ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് യൂസ് ചെയ്തത്, ഐയുടെ കൂടെ ഹാവ്. ഐ ഹാവ്. Okay. Okay. I have completed my homework. Then she has visited Paris twice. രണ്ടാമത്തെ നോക്കിയേ, she has visited Paris twice. Then മൂന്നാമത്തെ നോക്കിയേ, they have watched this movie before. എന്താ, they have watched this movie before. അവർ ഈ മൂവി നേരത്തെ തന്നെ കണ്ടു. They have watched this movie before. Then അടുത്ത, we have lived here for 5 years. ഞങ്ങൾ ഇവിടെ എത്ര കാലം താമസിച്ചു, we have lived here. പക്ഷെ ഇപ്പൊ അവിടെ ഇല്ല.
He has finished his breakfast. Completed. He has finished his breakfast. In the present perfect tense എന്ന് പറഞ്ഞാൽ have completed. അല്ലെങ്കിൽ the subject plus has or have plus V3 plus object. I have completed my homework. She has visited Paris twice. They have watched this movie before. We have lived here for 5 years. He has finished his breakfast. Then, അടുത്ത നോക്കിയേ scientists have discovered a new species in the rainforest. എന്ത് ചെയ്തു scientists has discovered a new species in the rainforest. ഈ ഒരു rainforestല് അവര് പുതിയൊരു species discover ചെയ്തു. Okay, scientist നമ്മുടെ എന്തുണ്ട് scientist subject ഉണ്ട് then have ഉണ്ട് then discovered in the V3 form then rest is our object. The author has in the author ഒറ്റ വ്യക്തിയുള്ളൂ the author has then V3 published several best-selling novels. And the author has published, the author published several best-selling novels. Then the government has implemented new environmental policies. Government has implemented പുതിയ policies implement ചെയ്തു. The government has implemented new environmental policies. Then at the okay, she has mastered 5 language fluency. She she or no that has then mastered V3 for then 5 languages fluently. She had mastered 5 languages fluently. Then researchers have made significant advancement in artificial intelligence. Researchers again, researchers have made significant advancement in the artificial intelligence. ഇത് എന്താണ് researchers subject ആയി have ഒന്നു then significant advancement ആണ് എന്ത് verb in artificial intelligence. Okay, sorry. നമ്മളെന്താ മെയ്ഡ് ആണ് നമ്മുടെ verb ആയിട്ട് വരുന്നത്. Okay. എന്താ നമ്മുടെ present perfect tense? Present perfect tense എന്ന് പറഞ്ഞാൽ subject plus has or have plus V3 plus object. Just completed action. ഇപ്പൊ കഴിഞ്ഞിട്ടുള്ള ആക്ഷനെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. The use of present perfect tense in that express in past action when the time is not given. സമയം നമുക്ക് തന്നിട്ടില്ല എങ്കിൽ ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് present perfect tense യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്താ to express an action which has happened in the immediate past. തൊട്ട് മുന്നേ കുറച്ച് നേരം മുന്നേ നടന്നു പോയ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നുണ്ട്. Then to express an action which has happened before the expected time. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സമയത്തെക്കാട്ടിലും മുൻപ് ഒരു കാര്യം നടന്നു പോയാലും നമ്മൾ ഏത് പറയും പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് പറയും. അതേപോലെ തന്നെ ശ്രദ്ധിക്കണം കുറച്ച് ടൈം ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് നമ്മുടെ ഹെൽപ്പിംഗ് വേർബ്സ് ആയിട്ട് ഏതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക്. വി ക്യാൻ യൂസ് എവർ, നെവർ, ജസ്റ്റ്, എ മൊമെന്റ് അഗോ, till now, yet, already, lately, recently, so far. ഏതൊക്കെയാ ever, never, just, a moment ago, till now, yet, already, lately, recently, so far. ഇതെല്ലാം എന്താണ് time indicators ആണ്. The present perfect tense subject plus has or have plus V3 plus object. Is it clear?